കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെപ്പോഴും ചെയ്യുന്നത് പോലെ പൂ കൊണ്ടുള്ള പൂജയല്ല. നാഗങ്ങൾ അവരുടെ കഴുത്തിലുള്ള നാഗമണികൾ പുറത്തെടുത്തു വെച്ച് അതുകൊണ്ടാണ് ശിവനെ പൂജ ചെയ്യുന്നത്. ആ നാഗമണികളിൽ അത്ഭുത ശക്തിയും സിദ്ധിയുമുള്ള നാഗമാണിക്യവും ഉണ്ടാവും. ആ നാഗമാണിക്യം നമുക്ക് കൈക്കലാക്കണം. നീ ഈ ചെറിയ നാഗത്തിനല്ലേ പിടിച്ചു കെട്ടിയിട്ടുള്ളൂ? ആ നാഗങ്ങള് പൂജ നടത്തുമ്പോ നമ്മളാ മാണിക്യം എടുക്കാൻ പോയാ അവര് നമ്മളെ കൊത്തില്ലേ? നാഗങ്ങൾ അവരുടെ കഴുത്തിലുള്ള നാഗമണി പുറത്തെടുത്തു കഴിഞ്ഞാൽ എല്ലാ നാഗങ്ങളും മയക്കത്തിലേക്ക് പോകും. കൃത്യം ആ സമയത്ത് തന്നെ നമ്മൾ അത്ഭുത സിദ്ധിയുള്ള നാഗമാണിക്യം കൈക്കലാക്കണം. ആ മാണിക്യത്തിന്റെ പ്രത്യേകത എന്താ? ആ വിശേഷപ്പെട്ട നാഗമാണിക്യം കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതുകൊണ്ട് സാധിച്ചെടുക്കാം. പണവും സ്വത്തുക്കളും നേടിയെടുത്ത് നമുക്ക് സമ്പന്നകളാകാം. ഏത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും വിജയമല്ലാതെ തോൽവി എന്നൊന്നുണ്ടാവില്ല. എത്ര യാഗങ്ങൾ ചെയ്താലും കിട്ടാത്ത പ്രതിഫലം ആ ഒരു നാഗമാണിക്യം നമുക്ക് രാജയോഗം കൊണ്ടുവരും. യോഗമോ? ആ അതെ, അത് നീ വിചാരിക്കുന്നത് പോലെ സാധാരണ മണിയല്ല. അത് സർവ സൗഭാഗ്യങ്ങളും തരുന്നതാണ്. അന്നത്തിന് വകയില്ലാത്തവൻ മഹാരാജാവായി തീരും. ജീവിക്കാൻ വേണ്ടി വീട്ടുജോലിക്ക് പോകുന്നവൾ നിമിഷ നേരം കൊണ്ട് മഹാറാണിയായി മാറും. നാഗമാണിക്യം അത് അങ്ങനെ ഒരു വിശേഷയോഗം തരും നമുക്ക്. സത്യാണോ? അത് മാത്രമല്ല, ഒരു തടസ്സങ്ങളുമില്ലാതെ, ഒരു പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാതെ സർവതന്ത്ര സ്വതന്ത്രരായി ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിക്കും. എന്നുവെച്ചാ പിന്നെ നമുക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലേ? എന്താടി നീ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങൾ ആഗ്രഹിച്ചതൊക്കെ സാധിക്കാൻ പോവാ. അതിന് നീ വിഷമിക്കുന്നതിന് പകരം ഞങ്ങളെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഇപ്പൊ നിന്നെ കൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം രൂപം മാറ്റി കൊത്താൻ ശ്രമിച്ചിട്ടും ഭണ ഉയർത്തി നമുക്ക് നേരെ ചീറ്റിയിട്ട് ഒരു കാര്യമില്ല. ഇതാണ് നിന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കിക്കോ. നിക്ക് നിനക്ക് കൊത്താൻ തോന്നുന്നോ? ബാ. അതിശക്തിയായ ഒരു നാഗം നിൽക്കുന്ന കണ്ടില്ലേ? നാഗരാജ, പൂജയ്ക്ക് നേരമായെന്ന് തോന്നുന്നു. നമുക്കിപ്പോ പോയാലോ? പോകാൻ സമയമായിട്ടില്ല. ആ ക്ഷേത്രം സംരക്ഷിക്കുന്ന വംശത്തിലുള്ളവര് പൂജ ചെയ്യുന്ന സമയമായത്. അവര് പോയതിനു ശേഷമേ നമുക്ക് പോകാൻ പാടുള്ളൂ.
അവരെന്തിനാണ് ആദ്യം ചെയ്യുന്നത്? നമ്മൾ പൂജ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ വേണം ചെയ്യാൻ. നമ്മുടെ ജീവന് തുല്യമായ നാഗമാണിക്യം കൊണ്ട് മഹാദേവന് പൂജ ചെയ്യുന്ന സമയത്ത് ആ കാഴ്ച മറ്റാരും തന്നെ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ മനസ്സിലായോ? പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞല്ലേ മല്ലി അയച്ചത്? പിന്നെന്താ ഇതുവരെ എത്താത്തത്? ഭവാനി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ മോളെ? എന്താണെന്ന് അറിയില്ല മുത്തശ്ശി. എന്തോ നടക്കാൻ പാടില്ലാത്ത കാര്യം നടക്കാൻ പോവാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. എന്തിനാ മോളെ പേടിക്കുന്നേ? എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ അത് കേട്ടില്ല. മുത്തശ്ശിക്കും അച്ഛനോടൊന്ന് പോകണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? 7 ഗ്രഹങ്ങൾ ഒരുമിച്ച് ചേരുമ്പോ നിന്റെ അച്ഛൻ പൂജ ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് പോകാതെങ്ങനെയാ? 7 ഗ്രഹങ്ങളും ഒരുമിച്ച് വരുന്ന സമയത്ത് ദൈവങ്ങളുടെ ശക്തി പോലും ബലഹീനമാകും. അങ്ങനെയുള്ളപ്പോ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ആപത്തുണ്ടാവോ എന്ന് എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി. श्रीकारं चतुर्वेद साकारं चैतन्य सुधापूरं ज्ञानकमलकासारं विजय झंकारं अद्वैत प्राकारं भजे ओंकारं अद्वैत प्राकारं. എന്റെ അച്ഛൻ എന്തെങ്കിലും ആപത്ത് പറ്റുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കുക മുത്തശ്ശി. ആവശ്യമില്ലാതെ ചിന്തിച്ചോണ്ടിരുന്ന ഇങ്ങനെയൊക്കെ തോന്നും മോളെ. പൂജ ചെയ്താൽ നല്ലതല്ലാതെ മോശമായി ഒന്നും വരില്ല. കുഞ്ഞുകുട്ടികളെ പോലെ ആകാതെ മോള് കിടന്നുറങ്ങിക്കും. ഏഴ് ഗ്രഹങ്ങൾ കൂടിച്ചേരുന്ന സമയം നിനക്ക് തീരാ നഷ്ടം സംഭവിക്കാൻ പോകുന്നു. നാളെ മുതൽ 3 ദിവസത്തേക്ക് നിന്റെ അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എങ്ങും പോകാൻ വിടരുത്. ബന്ധുരം കല്യാണഖന്ധരം സദ്ഗുണൈകമന്ദിരം സകലലോകസുന്ദരം പുണ്യവർണ്ണ പുഷ്കരം ദുരിതകർമ്മ ദുഷ്കരം ശുഭകരം സുധാകരം സുരുചിരം സുധീപരം ഭവകരം ഭവാകരം ത്രിയക്ഷരം അക്ഷരം ഭജേ. ഇത്
ഇതെന്റെ അമ്മയുടെ ഏലസ. ഈ ഏലസ് നിന്റെ അച്ഛനെ ധരിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഒരു ആപത്തും വരാതെ ഈ ഏലസ് നിന്റെ അച്ഛനെ കാത്തുരക്ഷിക്കും. എന്തിനാ മോളെ നീ ഏലസ് എനിക്ക് കിട്ടുന്നേ? 3 ദിവസത്തേക്ക് എന്നോടൊന്നും പറയാതെ അച്ഛൻ പുറത്തേക്ക് പോരുത്. എന്നോട് ചോദിക്കാതെ വീടിന്റെ പുറത്തേക്ക് പോരുത്. കൃഷ്ണനാഥ പണിക്കർ, അവന്റെ കഥയുണ്ടല്ലോ, ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ആ 7 ഗ്രഹങ്ങളും ഒന്നായി വരുമ്പോ നിനക്ക് തീരാ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ആപത്ത് നിനക്കായിരിക്കില്ല, നിന്റെ അച്ഛനായിരിക്കും. എന്തു പറ്റി മോളെ? മുത്തശ്ശി, ഇതിനു മുമ്പ് 7 ഗ്രഹങ്ങൾ ഒന്നിച്ചപ്പോ നമ്മുടെ മുത്തശ്ശിന് ആപത്ത് സംഭവിച്ചു. അതേപോലെ 7 ഗ്രഹങ്ങൾ ഇന്ന് ഒരുമിച്ച് വരുന്നു. അച്ഛൻ എന്തോ സംഭവിക്കാൻ പോവാന്ന് എന്റെ മനസ്സ് പറയുന്നു. അച്ഛാ, അച്ഛാ! മോളെ ഭവാനി, മോളെ പോകാതെ. അച്ഛൻ പോയോ? ഭവാനി, ഭവാനി, നീ എവിടെ പോന്നേ? ഞാൻ പറയുന്ന കേക്ക് മോളെ. ഭവാനി, 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 നിക്ക്. അച്ഛാ, അച്ഛാ, അച്ഛാ! ഭവാനി, മോളെ ഭവാനി, നീ പോവാൻ പാടില്ല. ഞാൻ പോയ എന്താ കുഴപ്പം മുത്തശ്ശി? ഞാൻ എന്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ പോകുന്നത്. ആചാരം എന്നൊക്കെ പറഞ്ഞ് കാലങ്ങളായി നമ്മൾ സ്ത്രീകളെ വീട്ടിൽ അടച്ചു വെച്ചിരിക്കുകയല്ലേ. ഈ നിയമം ഉണ്ടാക്കിയ ആളിനെ വിശ്വാസമില്ലെങ്കിലും ആചാരങ്ങൾ അനുഷ്ഠിച്ച് അതേപടി മുന്നോട്ട് പോകുന്നത് നമ്മൾ സ്ത്രീകളുടെ ധർമ്മമാണ്. നോക്കുമോളെ, അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാ ആചാരം തെറ്റിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നാട്ടുകാരെല്ലാം നമ്മെ വെറുതെ കുറ്റപ്പെടുത്തും. മോളെ ഭവാനി, ഞാൻ പറയുന്ന കേക്ക് മോളെ. നീ അകത്ത് വാ. ഇല്ല മുത്തശ്ശി, എനിക്ക് പോയേ പറ്റൂ. ഭവാനി, ദേവി, ഇത് ഞാൻ പറയുന്നതനുസരിച്ച് നീ അകത്തേക്ക് വാ മോളെ. നീ വിചാരിക്കും പോലെ നിന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല മോളെ. അകത്തേക്ക് വാ, പോവാം. പറയുന്ന കേക്ക്.
മുത്തശ്ശി ഇത്? ഇന്ന് 7 ഗ്രഹങ്ങൾ ഒന്നുചേരുമെന്നറിയില്ലേ? അതുകൊണ്ട് ഈ മാല കൊണ്ടുപോയി ശിവക്ഷേത്രത്തിലെ ശിവനെ അണിയിച്ച് മുത്തശ്ശൻ പൂജ ചെയ്യും. ഓ, എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? നമ്മുടെ കുടുംബത്തിലുള്ളവര് വർഷങ്ങളായി ചെയ്തു വരുന്ന പൂജയാ. അതുകൊണ്ട് മുത്തശ്ശനും ഈ മാല കൊണ്ടുപോയി പൂജ ചെയ്തു വരും. ഓ, അയ്യോ, മുത്തശ്ശൻ മാല മറന്നു വെച്ചു എന്ന് തോന്നുന്നു. പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ട് കൃഷ്ണനാഥ പണിക്കർ ഇതുവരെ എത്തിയില്ലല്ലോ. നേരം വൈകുകയാണല്ലോ. വരൂ കൃഷ്ണനാഥ പണിക്കരെ, ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വീണ്ടും സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൂജ ആരംഭിക്കാം. ശരി. ആദ്യം ആ കുടമെടുത്തു കൊണ്ടുപോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന മഹാദേവന് അഭിഷേകം ചെയ്യോ. ശരി, തുടങ്ങാം. ഓം നമ ശിവായ. കുടമെടുത്ത് വെള്ളം കൊണ്ടുവരും. अष्टाक्षरी प्रकृष्ट पंचाक्षरी विशिष्ट महामंत्र यंत्र तंत्र महिमालय गोपुरम घन गंभीरांबरम जंबू भूभंबरम निर्मल युग निर्घरम निरुपमान निर्झरम मधुर भोगी कुंजरम परम योगी बंजरम उत्तरम निरुत्तरम अनुत्तरम महत्तरम महाकरम महांकुरम मजरम अमरम मकारम उकारम मकारम. ओम नमः शिवाय. ओम शिवाय नमः. ओम शिवशंकराय नमः. ओम चंद्रशेखराय नमः. ओम शशिशेखराय नमः. അമ്മ വരുന്നതിന് മുന്നേ അളിയൻ പൂജ ചെയ്തിട്ട് പോകുമെന്ന് തോന്നുന്നു. ഇവരിത് എവിടെ പോയി കിടക്കുന്നു? ഊർവാം രുഖമിവ ബന്ധനാഥ് മൃത്യുർമുക്ഷിയ മാമൃതാത്